നമസ്കാരം. വരപ്രസാദം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2026 മകയിരം വ്രതത്തെക്കുറിച്ചാണ് പറയുന്നത്. മകയിരം മക്കൾക്ക് എന്നാണ് പഴമൊഴി. മക്കളുടെ വിദ്യാഭ്യാസ തടസ്സങ്ങൾ മാറാനും ഉന്നത നിലയിലെത്താനും ആരോഗ്യത്തിനും ധനുമാസത്തിലെ മകയിരം നാളിലെ വ്രതത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. 2026 മകയിരം വ്രതം വരുന്നത് ജനുവരി 2 വെള്ളിയാഴ്ചയാണ്. മകയിരം നക്ഷത്രം ജനുവരി 1 രാത്രി 10:48 തുടങ്ങി ജനുവരി 2 രാത്രി 8:04 വരെയുണ്ട്. അതുകൊണ്ട് ഈ സമയങ്ങളിൽ അരിഭക്ഷണം പാടില്ല. മകയിരം വ്രതത്തോടൊപ്പം തിരുവാതിര വ്രതം കൂടി എടുക്കുന്നവർ പിറ്റേ ദിവസവും അരിഭക്ഷണം കഴിക്കാതിരിക്കേണ്ടതാണ്. മകയിരം വ്രതം എടുക്കുന്നവർ മക്കൾ ഉണരുന്നതിന് മുൻപ് ഉണരണമെന്നാണ് പറയപ്പെടുന്നത്. മകയിരം വ്രത ദിവസമായ ജനുവരി 2-ാം തീയതി സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് കുളിച്ച് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച ശേഷം കഴിയുമെങ്കിൽ മക്കളോടൊപ്പം ശിവക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ പോയി ദർശനം നടത്തി വഴിപാടുകളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. മക്കളുടെ ശാരീരികമായ അസുഖങ്ങൾ മാറാനും ദീർഘായുസ്സിനും കുട്ടികളിലെ ദേഷ്യം, വാശി എന്നിവ കുറയാനും ശാന്ത സ്വഭാവം കൈവരിക്കാനും അമ്മമാർ ഈ വ്രതം അനുഷ്ഠിക്കുന്നത് നല്ലതാണെന്നാണ് വിശ്വാസം. ഒപ്പം കുട്ടികളുടെ പഠനകാര്യങ്ങളിൽ ഉണർവും ഏകാഗ്രതയും ഉണ്ടാകുവാനും ഈ വ്രതാനുഷ്ഠാനം സഹായിക്കും. സന്താന ഭാഗ്യത്തിനായും ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. വ്രതമെടുക്കുന്നവർക്ക് ഗോതമ്പ് കൊണ്ടുള്ള വിഭവങ്ങളോ പഴവർഗ്ഗങ്ങളോ കഴിച്ച് വ്രതമെടുക്കാവുന്നതാണ്. മകയിരം വ്രതം മാത്രം എടുക്കുന്നവർക്ക് ജനുവരി 2-ാം തീയതി 8:04 ശേഷം പാരണ വീട്ടി വ്രതം അവസാനിപ്പിച്ച് അരിഭക്ഷണം കഴിക്കാവുന്നതാണ്. തിരുവാതിര വ്രതം കൂടി അനുഷ്ഠിക്കുന്നവർ പിറ്റേന്നും വ്രതത്തിലിരുന്ന് തിരുവാതിര നക്ഷത്രം തീർന്നതിന് ശേഷം വ്രതം അവസാനിപ്പിച്ച് അരിഭക്ഷണം കഴിക്കാവുന്നതാണ്.